ഹലോ ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ എണീറ്റതാ. മൊയിലിനൊക്കെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. കുട്ടാപ്പൂതാ മൊയിലിൻ്റെ കൂടെ അങ്ങനെ ഇരിക്കണേ. ചവിട്ടൂല. എന്താ ഇഞ്ഞിതാക്കണേ. അവത്താളി മതി മതി. അവ എടുത്തത് അതിനെ പിടിച്ച് രാവിലത്തെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് ചായയും കടിയും ഇങ്ങനെ അമ്മ അവരൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കവിടെ പോയോക്കാം. ഞങ്ങൾ അകത്തേക്ക് പോവാണ്. ഇതാ അപ്പൂസ് ഇതാ കൂട്ടുന്ന പുറത്തേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൂസ് അപ്പൂസ് കടിച്ചില്ല കടിച്ചില്ല കടിച്ചില്ല. രാവിലത്തെ ചായ കുടിക്കണം കേട്ടോ. നമ്മൾ പത്തിരി എന്നൊക്കെ കഴിക്കുന്നതിന് മുന്നേ ഒരു ചായ കുടിക്കലുണ്ടല്ലോ, അതാണ്. അവിലുണ്ട്, നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള മാവ് ഇതാ അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. കറിക്കുള്ള ചിക്കന് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എൻ്റെ ഇടയിൽ കുറിച്ചുള്ള നിങ്ങളെ ചായ ബിസ്കറ്റ് മറ്റോളാ ഇറങ്ങിയത് കയറി. അതിന് കൈയൊക്കെ കഴിക്കണം. ആ മൊയിലിനിട്ട് കിളുമ്പായിരുന്നേ. ഇവനില്ല, ഇവന് ഇതിനപ്പ വാക്കറിഞ്ഞ് ഇതിക്കണേ. ഇത് അങ്ങോട്ടത്തെ കുട്ടിപ്പേട്ടാ ഉള്ളിലേക്ക് അരിഞ്ഞിട്ടുണ്ട്. ഇപ്പം നൂൽപുട്ടിന് ഇതാ അവിടെ ഇങ്ങനെ ചുറ്റുന്നുണ്ട്. ചിക്കൻ കറി ഇതാ അവിടെ ഇങ്ങനെ തിളക്കം കറിയാണ് വെച്ചേ. രാവിലെ എണീറ്റുള്ള സാധനങ്ങൾ മുഴുവൻ വലിച്ചിട്ട് അടുക്കളൻ്റെ കോരം ഇങ്ങനെ ആക്കിയിട്ടിക്കണേ. ഉണ്ടാക്കി കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാൻ ഇതിലേറെ വലിയ പണിയാണ്. വന്ന് നോക്കുന്നുണ്ട്. ഞങ്ങൾ അടുത്ത വീട്ടിലത്തെ പൂച്ചയാണ് കേട്ടാ. എന്താടായില്ലേ പൂച്ച? അല്ലെങ്കിൽ ഓൻ്റെ അടുത്തേക്ക് ഫോണായിട്ട് വന്നാൽ ഓടുന്ന ആളാണ്. ഇപ്പം നിന്ന് തന്നെയുണ്ട്. ഞാനറിഞ്ഞ് നിന്ന് തന്നെയുണ്ട്. പിന്നെ ഇട്ടാപ്പു ഇതാ ഫുഡ് കഴിക്കുകയാണ്. ഓനക്ക് ഞാൻ ആദ്യം കൊടുക്കുകയാണ്. ഓനക്ക് കൊടുത്ത കഴിഞ്ഞ ശേഷമാണ് ഞാൻ കഴിക്കല്. ഒന്ന് നൂൽപുട്ടായതുകൊണ്ട് നൂഡിൽസാണെന്ന് വിചാരിച്ചിട്ടാണ് മൂപ്പര് കഴിക്കുന്നത്. എന്തായാലും കിട്ടിയ ചാൻസ് അല്ലേ, ഞാൻ നല്ലോണം കുത്തി നിറച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 വട്ടമൊക്കെ നൂഡിൽസാണെന്ന് വിചാരിച്ച് വാങ്ങി നോക്കിയിട്ടാ. പിന്നെ ആ ഒരു ടേസ്റ്റ് ഒന്നും മൂപ്പർക്ക് കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ മൂപ്പര് നിർത്തി വെച്ച്. ആദ്യം ചായ കുടിച്ചിട്ടാ. ആരും ചായ കുടിച്ചിട്ടില്ല. ഇട്ടാപ്പോൾ ആദ്യം കുടിച്ച്, പിന്നെ ഞാൻ. ഞാനിതാ നൂൽപുട്ടും ചിക്കൻ കറിയൊക്കെ കൊഴിച്ച് നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പോഴേക്ക് ഷോക്ക് അടിച്ചു ഗൈസ്. സമയമായി. ചോറും ചിക്കൻ കറിയും അച്ചാറും. ഇവിടെ ഓരോരുത്തർ രാവിലത്തെ ചായ കുടിച്ചിട്ടുള്ളൂ. നമുക്ക് മോളിതാ കഞ്ഞിടിച്ചു നോക്ക്, പനിയാണ്. പുതാ ഒറ്റക്ക് മാമ വാരി തിന്നുന്നുണ്ട്. മാമ തിന്നുണ്ടാ പറ. ഏത് ഇറച്ചി കുടിക്കുന്ന ഉച്ചക്കിലെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നൈറ്റിനുള്ള ഫുഡ് റെഡിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നൈറ്റ്
ചിക്കനോണ്ട് എന്താ ഉണ്ടാക്കില്ലേ? ചിക്കൻ കൊണ്ട് അൽഫാം ഉണ്ടാക്കാൻ വിചാരിച്ചേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമുക്ക് ചെയ്യാം. നമ്മൾ ചിക്കൻ കഴിക്കുകയാണ് ഗൈസ്. ഞങ്ങളങ്ങനെ എത്ര അല്പമുള്ള പീസുകളൊക്കെ ഉണ്ടാക്കല്. വലിയ പീസാക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടൂല. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ അതാ അവിടെ പൊറോട്ടയ്ക്ക് വേണ്ടി കൊഴിച്ച് വെച്ചിട്ടുണ്ട്. കൊച്ചയ്ക്ക് വൈയും കുട്ടിയും കൂടെ ആപ്പൂസിനെ കളിച്ചു. അതിനെടുക്കണ്ട, എനിക്ക് പപ്പനെടുന്ന് ബാക്കിയേക്കൂ. എന്നൊക്കെ അപ്പൂസേ അപ്പൂസേ ജഗ അപ്പൂസേ ജഗ അപ്പൂസേ. ഇപ്പം അൽഫാം ഉണ്ടാക്കാനുള്ള ആളെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെളുത്തിൽ കുളിച്ചറിയാം കാര്യം അറിയും. എന്റെ വ്യൂവേഴ്സ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുമെന്ന് ചോദിച്ചിനി. അങ്ങനെ വെറുതെ നിൽക്കണ്ട അവിടെ, വെറുതെ ഇരിക്കണേ. പാവണ്ടേ ആര് ഇന്ന് ഇക്കാൻ്റെ അടിപൊളി അൽഫാം ഉണ്ടാവും. അൽഫാമിനുള്ള സാധനങ്ങളൊക്കെ മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ മിക്സി ജാരൊക്കെ ഇതാ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ വേണ്ടിവരും, അതിലേറെ വേണ്ടിവരും, കുറച്ചുകൂടി വേണ്ടിവരും. കുരുമുളകണ്ടേ എനിക്ക് കറി മസാല ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതെല്ലാം പാടെ ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുനാരങ്ങൻ്റെ നീരൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇക്കത് ബാറ്റർ ഒരു പാത്രത്തിൽ കൊയ്ക്കുന്നുണ്ട്. മനസ്സിലായിട്ടാ ഡ്രൈ ആക്കാൻ ഓട്ടപാത്രത്തിൽ കിട്ടാൻ മതിയായിരുന്നു. ഇങ്ങനെ നമ്മളെ മസാലയിലിട്ട ചിക്കൻ അതാ പൊയിഞ്ഞെടുക്കണം കേട്ടോ. അറിയോ ഉള്ള ഈറ ഫുള്ള് ആ ചിക്കനെ തീർക്കുന്നുണ്ട്. ആരോടോ അല്ല എന്നോടാണ് ആർക്കും അറിയേ. ആ ശരി, അപ്പൊ ശരിക്കും അതിനെ ഈറ അടിച്ചിട്ടേ അൽഫാമല്ലേ. ഇക്കാക്ക് പുതിയൊരു ടീഷർട്ട് ഉണ്ട് കേട്ടോ, ബുള്ളറ്റൊക്കെ ഉള്ള. ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. സമയം ഈവനിങ് ആയി. പുറത്തിങ്ങനെ നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ മിക്ക ദിവസങ്ങളിൽ ഈ മഴ കാണുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താ ഷെസുമോൻ നല്ല ഉറക്കാണ്. എൻ്റെ ബോഡി മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ വണ്ടിമ പണി തന്നെ കേട്ടാ. മഴ പെയ്യുന്നുണ്ട്. മഴ അതിലേക്കുള്ള തേങ്ങ വറുക്കുകയാണ്. ഉണ്ടാക്കാനുള്ള ചിരട്ടകളൊക്കെ റെഡിയാക്കുന്നുണ്ട്. പഞ്ചാകെ ക്ഷീണിച്ചില്ലേ? അൽഫാമൊന്നും വേണ്ട.
ആടെ അന്വേഷിച്ചൂടെ ടാപ്പു എന്താ ഞാൻ അവിടെ എന്താണ് മേ ഊ ഉണ്ട് ഇവിടെ ഊ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ അങ്ങോട്ട് എടുക്കുകയാണ്. നമുക്കത് ഗ്രില്ലുമ്മൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്താ ഷെസുവാ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറുതാള് സൈഡിലൊക്കെ അല്ലേ ഫാമിന് കത്തിക്കല് ഇനി അതിക്കുള്ള മയോണൈസ് ഉണ്ടാക്കുകയാണ്. കോഴിക്കുട്ടി നാടാ 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 അങ്ങനെ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. കനൽ സെറ്റ് ആയിട്ടുണ്ട്. നല്ല ചൂട്. എന്താ ചിക്കൻ അയിമ കയറ്റി വെച്ചിട്ടുണ്ട്. മിസ്സിംഗ് ഉണ്ടോ നടുവില്? അൽഫാം ഉണ്ടാക്കേണ്ട ഭാഗമല്ല നിങ്ങളെ ഫോൺ. നമ്മളെ ചിക്കൻ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. തുടക്കം മുതൽ ഇക്കാനെ കാണിച്ച് അവസാനം ഇക്കാനെ തട്ടി കഴിച്ചു. അല്ലാതെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഒരു ഭാഗം വെന്താണ്. അൽഫാം ഇതാ അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് നല്ല നല്ല വ്ളോഗ്സും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തതുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് കയറിയിട്ട് വാച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അൽഫാം ഇതാ നല്ലോണം സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ അൽഫാം നമ്മൾ ടേസ്റ്റ് നോക്കുകയാണ്. ഇക്കാൻ്റെ അൽഫാം സക്സസ് ആയിക്കണേ. ടേസ്റ്റ് ഉണ്ടോ? ഇന്ന് ഞങ്ങൾ ഫുള്ള് ആണുങ്ങൾക്ക് അടുക്കള വിട്ടുകൊടുത്തേക്ക് കേട്ടോ. അപ്പോൾ ഇപ്പതാ പൊറോട്ട പരത്തുന്നുണ്ട്. ഇക്കയാണ് ചുടുന്നത്. ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾ പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിക്കലില്ല, വീട്ടിൽ ഉപ്പുണ്ടാക്കലാണ് എന്ന്. അപ്പോൾ അതിവ് പോലെ ഇപ്പം തന്നെയാണ് ഇപ്പോൾ പൊറോട്ട ഉണ്ടാക്കുന്നത്. ഇക്കയാണ് ചൂടാൻ നിൽക്കുന്നത്. അങ്ങനെ ഇക്ക ഇതാ അവിടെ പൊറോട്ട ചൂടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പൊറോട്ട ഇതാ നല്ല അടിപൊളിയായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ചുട്ടെടുത്ത പൊറോട്ട ഇതാ അപ്പം ഇവിടെ അടിക്കുന്നത്. എന്താ വേണ്ടി ഞുനുക്ക്? എന്താ വേണ്ടി? എന്താണ് എസ്ണ്ടാ എസ്ണ്ടാ? അങ്ങനെ ആക്കിക്ക. ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആക്കിക്ക. എസ്ണ്ടാ? മുണുങ്ങല്ലേട്ടാ. പൊറോട്ട ചൂടലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് കലവിലേക്ക് കയറും. എല്ലാവരും പാടെ സംസാരിക്കലും ഫുഡ് കഴിക്കലും ഒക്കെ കൂടെയാണ്. ഇക്കത അവിടെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാനും പുറത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് ഇക്കാൻ്റെ അൽഫാമിൻ്റെ ടേസ്റ്റൊക്കെ പറയാം. നമ്മുടെ ഈ ഒരു ചാനലിൽ ഏത് ടൈപ്പ് വീഡിയോ വേണം എന്നൊക്കെ നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി.
ഇക്കാൻ്റെ സ്പെഷ്യൽ അൽഫാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി വരാനാ, അടിപൊളി. കഴിക്കലൊക്കെ കഴിഞ്ഞ് 7 ഒഴിക്കുന്നു. അത് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാ. എങ്ങനെയുണ്ട് എൻ്റെ മാപ്പിള ഉണ്ടാക്കിയ അൽഫാമ്? മാപ്പിളിനോട് വെച്ചിട്ടുണ്ട് നല്ല ചോദിച്ചത്. കൈയൊക്കെ വാഷ് ചെയ്ത് പാത്രം കഴുകാൻ നിൽക്കുകയാണ്. പാത്രം കഴുകാനും അടുക്കളൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് പഴയ രീതിക്ക് എത്തിക്കാനൊക്കെ ഉണ്ട്. ലാസ്റ്റ് അടുക്കള ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് അത് വലിയൊരു ടാസ്ക് തന്നെയാണ് അല്ലേ. അങ്ങനെ അടുക്കള ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വന്ന് റൂമിൽ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുകയാണ്. സമയം 11 മണി 11 മണി ആവാനായി. അപ്പോൾ ഞങ്ങൾ കിടക്കാൻ ബെഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പല്ലേക്കാണ്ട് അത് കഴിഞ്ഞ് കിടക്കാനായി. പല്ലേക്കാൻ പോകും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.